ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങിയ നാൾ മുതൽ തുടങ്ങിയതാണ് മലയാളികളുടെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മലയാളികൾ ഇത്രയും നാളും വിശ്വാസികൾ ഇത്രയും നാളും ധരിച്ചുകൊണ്ടിരുന്നത് അയ്യപ്പൻ സേഫ് ആണെന്ന് ആയിരുന്നു. എന്നാൽ പിന്നീടാണ് ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും പുറത്തു വരുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് എത്തുമ്പോൾ ഹൈക്കോടതി രണ്ട് പറയും, SIT വീണ്ടും കുറെ കാര്യങ്ങൾ അന്വേഷിക്കും, പുറത്തു വരുന്നത് വലിയ വലിയ വമ്പന്മാരുടെ വിവരവും. എന്നാൽ ഇതുവരെ കാരണഭൂതം, അതായത് പ്രധാന കന്യയെ ഇതുവരെ പിടികിട്ടാൻ പറ്റില്ല എന്നുള്ളത് SITയുടെ വീഴ്ചയായിട്ട് ഹൈക്കോടതി തന്നെ കാണുന്നുണ്ട്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യവും ഉയരുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ ചിത്രങ്ങളുടെ ഒരു വൈറാലിറ്റിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്തുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ അത് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അത് യഥാർത്ഥ ചിത്രമല്ലെന്നും അത് AI ചിത്രമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇപ്പോൾ പുറത്തു വരുന്ന ചില ചിത്രങ്ങളും ചില ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് തന്നെയാണ് നിലവിൽ പലരും ഉന്നയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒപ്പമുള്ള ഫോട്ടോ പുറത്തുവിട്ട് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. മുഖ്യമന്ത്രിക്ക് ഇതിൽ ദുരൂഹത തോന്നാത്തത് എന്തേ എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. കൂടെയുള്ള പോലീസുകാരൻ ആരെന്നും ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയായിരുന്നു പ്രതികരണം. എയർപോർട്ടിൽ കടകംപള്ളിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ് ഷിബു ബേബി ജോൺ പങ്കുവച്ചിട്ടുള്ളത്. ചിത്രത്തിൽ പോറ്റിക്കൊപ്പം നിൽക്കുന്ന മഹാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴാണ് ശബരിമലയിലെ സ്വർണം പമ്പ കടന്നുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുമ്പോൾ ഈ ചിത്രത്തിനും ദുരൂഹത തോന്നാത്തത് എന്തേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ഷിബു ബേബി ജോൺ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരുമായി സെൽഫി എടുക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു സൗഹൃദ സംഭാഷണമാണ് ഉന്നത ഉദ്യോഗസ്ഥരുമായും പോറ്റിയുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് മറക്കാതിരിക്കുക. കടകംപള്ളിയും മുഖ്യമന്ത്രിയുമാണ് ഈ ഉദ്യോഗസ്ഥൻ ആരാണ് എന്നത് വിശദീകരിക്കേണ്ടതെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. എന്തായാലും ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഈ ചിത്രങ്ങൾ നേരത്തെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുമ്പോൾ ഈ ചിത്രത്തിൽ എന്തുകൊണ്ട് ദുരൂഹത തോന്നുന്നില്ല? ഈ ചിത്രത്തിലും ദുരൂഹത തോന്നേണ്ടതല്ലേ? പോറ്റി സോണിയാഗാന്ധിയെ കണ്ടപ്പോഴല്ല ശബരിമലയിൽ മോഷണം നടന്നത്. സോണിയാഗാന്ധി വിചാരിച്ചാൽ ഒരാളെയും ശബരിമല കയറ്റാനും കഴിയില്ല. മറിച്ച് ഈ ചിത്രത്തിൽ പോറ്റിക്കൊപ്പം നിൽക്കുന്ന മഹാൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ശബരിമലയിലെ സ്വർണം പമ്പ കടന്നുപോയത്. ഇവർ ഇരിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ആണ് എന്ന് തോന്നുന്നു. കടകംപള്ളിയും പോറ്റിയും തമ്മിൽ എന്താണ് ഇടപാട്? കൂടെ ഇരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇവരുമായി എന്താണ് ബന്ധം? മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ യാതൊരു ദുരൂഹതയും തോന്നാത്തത് എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ദിണ്ടുക്കൽ സ്വദേശിയായ D മണിയെ അന്വേഷണ സംഘം 2 മണിക്കൂർ നേരം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമ്പോൾ ലഭിച്ചത് ഗൂഢാലോചനയുടെ യഥാർത്ഥ രൂപം. വരും ആഴ്ചയിൽ തിരുവനന്തപുരത്തെത്തി ഹാജരാകാൻ ഇയാൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നും കേരളത്തിൽ ബിസിനസ് ഇടപാടുകൾ ഒന്നുമില്ലെന്നുമാണ് ചോദ്യം ചെയ്യലിൽ മണി പറഞ്ഞത്. വിവാദങ്ങളിൽ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കളവാണെന്ന് തെളിഞ്ഞു. പോലീസിന് മൊഴി നൽകിയ പ്രവാസി വ്യവസായി മണിയെ തിരിച്ചറിഞ്ഞു. ഇതോടെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമായി. ഓട്ടോ ഡ്രൈവർ ആയിരുന്ന മണി കേവലം 6 വർഷം കൊണ്ടാണ് ഡയമണ്ട് മണി എന്ന കോടീശ്വരനായി മാറിയത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ തൊഴിലും ഓരോ പേരുമാണ് ഇയാൾ സ്വീകരിച്ചത്. സിനിമാ തിയേറ്ററിൽ പോപ്കോൺ വിറ്റുന്ന കാലത്ത് പോപ്കോൺ മണി എന്നും, ക്യാൻറ്റീൻ നടത്തിപ്പുകാരനായപ്പോൾ ക്യാൻറ്റീൻ മണി എന്നും ഇയാൾ അറിയപ്പെട്ടു. പിന്നീട് ബ്ലേഡ് പലിശ ഇടപാട് തുടങ്ങിയപ്പോൾ ഫിനാൻസ് മണി എന്ന പേര് സ്വീകരിച്ചു. ഒടുവിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നതോടുകൂടിയാണ് ഇയാൾ ഡയമണ്ട് മണി എന്ന പേരിലേക്ക് വളർന്നത്. ജയലളിതയുടെ അടുത്ത വൃദ്ധങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പോലും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. ശബരിമല കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ ജയിൽ മണി എന്ന പേരും ഇയാളെ തേടി എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആള് മാറിപ്പോയതാണെന്നതും താൻ MS മണി എന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണെന്നും ഇയാൾ തുടക്കത്തിൽ വാദിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരനായ പ്രവാസി വ്യവസായി ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. സുബ്രഹ്മണ്യം എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിരുദുനഗറിലുള്ള സഹായി ശ്രീകൃഷ്ണന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. വിഗ്രഹങ്ങളും പഴയ പാത്രങ്ങളും വിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ കടയിലും റെയ്ഡ് നടന്നു. നേരത്തെ ബാലമുരുകൻ എന്നാണ് പേരെന്നായിരുന്നു പ്രചരിച്ചിരുന്നത്.
പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതിലും മണിക്ക് പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കോടതിയുടെ വാറണ്ടറുമായാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തിയത്. പ്രവാസി നൽകിയ ഫോൺ നമ്പറിന്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ചാണ് പോലീസ് മണിയിലേക്ക് എത്തിയത്. ബാലമുരുകൻ എന്ന സുഹൃത്തിന്റെ പേരിലുള്ള സിം കാർഡാണ് താൻ ഉപയോഗിക്കുന്നത് എന്ന് ഇയാൾ സമ്മതിച്ചു. ഈ നമ്പർ കേസിലെ മറ്റ് പ്രതികളിൽ ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്നുവെന്നതും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവനന്തപുരത്ത് വെച്ച മണി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇറിഡിയം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ മുൻപ് പ്രതിയായിട്ടുള്ള മണിക്ക് രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നത് ആഭരണ വിഗ്രഹ ഇടപാടുകൾ മറയ്ക്കാനുള്ള ഒരു കവചം മാത്രമാണ് എന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഡയമണ്ട് മണിയും ഉണ്ണിയും ഒക്കെ തന്നെ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. ഇവർ കൂടാതെ ഇനി മറ്റ് കൊമ്പന്മാരുണ്ടോ എന്ന് കൂടിയുള്ള പരിശോധന തുടർന്ന് വരികയാണ്. കൊള്ള നടന്ന സമയത്തെ വകുപ്പ് മന്ത്രി ഏതോ എയർപോർട്ടിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വോക്കി ടോക്കി മുന്നേ വെച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. എന്നൊരു സെൽഫി അല്ല, ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. അത് കൊച്ചിയാണോ ബാംഗ്ലൂർ ആണോ എന്താണെന്ന് തിരുവനന്തപുരം അല്ല, അത്രയും നമുക്കറിയാം. എന്താണ് ഈ കൂട്ടായ്മ? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഇരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റും കടകംപള്ളിയാണ് ഇനി വിശദീകരിക്കേണ്ടത്. സോണിയാഗാന്ധിയെ കാണുന്നതിൽ ഒരു ദുരൂഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രി വളരെ സൗഹൃദമായ ഒരു കൂട്ടായ്മയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി ഇരുത്തി ചർച്ച ചെയ്യുന്നതിൽ സ്വാഭാവികമായി ദുരൂഹതയുണ്ട്.